ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. നേപ്പാളി സ്വദേശിനിയായ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിന്റെ വഴിത്താരകൾ ഒരുപാട് ദുർഘടം പിടിച്ചതായിരുന്നു. കാരണം ഇവര് ഒരു അപൂർവ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഡാനൻസ് ഡിസീസ്, അത് കാർഡിയക് സാർക്കോയിഡോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇവരുടെ അമ്മയും മൂത്ത സഹോദരി ഇതേ അസുഖം കാരണം മരണപ്പെടുകയുണ്ടായി. പിന്നെ ശേഷിക്കുന്ന ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. നേപ്പാളിലൊരു അനാഥാലയത്തിലാണ് ഒരു വളർന്നത്. ഞങ്ങൾ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത്. ഇവർക്ക് വിദേശവനിത ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം നിയമപരമായ പ്രയോറിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഡിസംബറിൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ വളരെ ആശാവഹമായ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. കേസോട്ടേക്ക് ഒരു ഉത്തരവ് നൽകിയിരുന്നു, ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന്. കാരണം ഇതുവരെ മൂത്ത സഹോദരി മരണപ്പെടുന്നത് 24-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതേ അസുഖം കാരണം ഒരു പാരമ്പര്യ രോഗമാണ്. അപ്പോൾ അത് ഒരു 2 പ്രാവശ്യം ഇതിനിടെ ഈ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ആശുപത്രിയിൽ ഈ വനിത ചികിത്സയ്ക്കായി എത്തുന്നത്. നേപ്പാളിൽ ചികിത്സ അപര്യാപ്തമായതുകൊണ്ട് ഈ കേരളത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ധാരാളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ആശുപത്രി എത്തുന്നത്. നമ്മുടെ കാർഡിയോളജി വിഭാഗത്തിലാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കാർഡിയോളജി വിഭാഗത്തിലാണ് പിന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി എന്നുള്ള നിലയിൽ കാർഡിയോതൊറാസിക് സർജറിയിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്.